ഏട്ടാ മോളെ അഞ്ചു, നീ എന്താ പറയാതെ വന്നേ? അല്ല അളിയനും കുഞ്ഞൊക്കെ എവിടെ? ഏട്ടൻ വന്നിട്ടില്ല, ഞാനും കുഞ്ഞും കൂടിയാ വന്നേ. പിന്നെ ശാരദേശിന്റെ വീടിന് മുന്നിൽ കൂടെ വന്നപ്പോ അവര് കുഞ്ഞിനെ കണ്ടപ്പോ എടുത്തതാ. അല്ല അപ്പൊ നീയും കുഞ്ഞും കൂടി എങ്ങനെ എന്താ? ഞങ്ങള് ബസ്സിലായിട്ടാ വന്നത്. കുഞ്ഞിനെ കൊണ്ട് ബസ്സിലോ? എന്താ അഞ്ചു, നീ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ, ഞാൻ കാർ എടുത്ത് വരില്ലായിരുന്നോ? ഓ എന്റെ ഏട്ടാ, അവര് നമ്മളെ പോലെ ഡെയിലി കാറിലൊന്നും അല്ലല്ലോ പോന്ന്. ബസ്സിൽ ഓട്ടോയിലൊക്കെ ഒരു നല്ല ശീലമില്ലേ? അല്ല അഞ്ചു? സന്ധ്യ, നീ പോയി ഇവർക്ക് വല്ല കഴിക്കാണ്ടാക്കി കൊടുക്ക്. ചെല്ലുമ്പോളെ അത് വല്ലതും കഴിക്കും, ഞാൻ പോയി കുഞ്ഞിനെ എടുത്തത്. ശരി ഏട്ടാ. ഓ എന്ത് എന്ത് വേണോ? ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് വേണോ? കാപ്പാട് വെച്ച് പോവാ. കുഞ്ഞി കാപ്പാട് വെച്ച് പോവാ. കാപ്പാട് വെച്ച് പോവാ. ചോക്ലേറ്റ് മേടി. വന്നപ്പോ തൊട്ട് അവനെ താഴെ വെച്ചിട്ടേ ഇല്ലല്ലോ. അല്ല മനുഷ്യ, നിങ്ങളെന്ത് കുഞ്ഞുങ്ങളെ കാണാത്ത പോലെ കാണിക്കുന്നത്? അവനെ താഴെ ഇറക്കിട്ടെ വേഗം മില്ലിൽ പോവാൻ നോക്ക്. അവിടെ 5 പണിക്കാരുള്ളതല്ലേ. എന്താ ഈ പറയുന്നത്? പെങ്ങളും കുഞ്ഞു വന്നിട്ട് മില്ലിൽ പോവാനാ? അതൊക്കെ ഞാൻ രാഘവേട്ടനെ വിളിച്ച് ഏർപ്പെടുന്നുണ്ട് അല്ലേ? പിന്നെ ഓൾക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മട്ടൻ മേടിച്ചിട്ട് ഇനി ബിരിയാണി ഉണ്ടാക്കി തരുമോ? പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. രാവിലെ മീൻകറി ഉണ്ടാക്കിയിട്ടില്ലേ, അത് വെച്ച് വേണമെങ്കിൽ കഴിക്കട്ടെ. അല്ലെങ്കിൽ ഈ ഉണ്ടാക്കാത്ത നല്ലത്. ഞാൻ പോയിട്ട് ഹോട്ടലിൽ പോയി മേടിക്കാം അല്ലേ? ഞങ്ങൾ പോയി വിടാം. ബൈ ടാറ്റാ. ബിരിയാണി മേടിക്കാൻ പോവാ. പേരാട്ടോ. ഓ, ലോകത്ത് വേറെ ആർക്കും പെങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഒരു ഒടുക്കത്തെ പെങ്ങൾ സ്നേഹം വന്നിരിക്കണം. അഞ്ചു, നീ എന്ത് ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, ചെറുപ്പത്തിലൂടെ ഒരുപാട് കളിച്ചു നടന്നില്ലേ നമ്മള്, അപ്പൊ വെറുതെ വന്നതാ. അല്ല കുഞ്ഞെവിടെയല്ലേ? അവൻ ഉറങ്ങായിട്ടാ. ഉറങ്ങാ? ഇത് കുഞ്ഞിന് വേണ്ടി ചെയിന് മേടിച്ച, നീ അവൻ ഇട്ടോട്ടേ. അയ്യോ, ഇതൊക്കെ എന്തിനായിട്ടാ ഇപ്പൊ വാങ്ങിച്ചത്? വേണ്ട അതൊന്നും. മോളെ മില്ല് പ്രതീക്ഷിക്കാണ്ട് വലിയൊരു കച്ചവടം കിട്ടിയത്. അപ്പൊ അന്നേ വിചാരിച്ച കുഞ്ഞിന് ചെയിന് മേടിക്കുന്നത്. അങ്ങോട്ട് വരുമ്പോ മേടിക്കാറുണ്ട്. എന്തായാലും നീ ഇങ്ങോട്ട് വന്നില്ലേ? എന്ത് പിടിക്കുന്നേ? നമ്മുടെ റഹീം ഖാനെ കിടന്ന് നല്ല മട്ടൻ ബിരിയാണി വാങ്ങി വെച്ചിട്ട് വാ, അത് കഴിക്കാം. വാ. അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാ അവളുടെ കുഞ്ഞിന് 1.5 പവന്റെ ചെയിൻ എടുത്ത് കൊടുത്തത്? പൈസ എവിടെ നിന്ന് വരും മണ്ടാ? ഇങ്ങനെ വെറുതെ അനാവശ്യ ചെലവായിക്കോ. അവസാനം ഇല്ലാതാവുമ്പോഴേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. അനാവശ്യമായിട്ടോ? എന്റെ പെങ്ങളെ മോൻ പറഞ്ഞ എന്റെ മോൻ തന്നെയാ. അവൻ ഞാനല്ലാണ്ട് വേറെ ആരാ പഠിച്ചു കൊടുക്കുക? ആ, നിങ്ങളല്ലാണ്ട് വേറെ ആരും ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാനില്ല നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പൈസന്റെ ആർത്തി, അല്ലാണ്ട് എന്ത് പറയാ. സന്ധ്യ മര്യാദക്ക് സംസാരിച്ചോട്ടോ. അവൾ എന്നെ കാണാനാടി വരുന്നത്, അത് പൈസക്ക് വേണ്ടിട്ടല്ല. അച്ഛനും അമ്മയുള്ള സമയത്താണല്ലേ ഒരിക്കലും അവള് ബസ്സിന് വരില്ലായിരുന്നു. രാവിലെ തന്നെ എന്നെ കാർ എടുത്ത് വിടുമായിരുന്നു. അവൾ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവരുള്ള സമയത്ത് രാജകുമാരി ആയിരുന്നു എന്റെ പെങ്ങള്. അപ്പൊ അവരില്ല പറഞ്ഞിട്ട് എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റുമോ? എടി അതെന്റെ പെങ്ങളാണ്. ഈ ഭൂമിയിൽ എനിക്ക് ആ കൂടെയുള്ള കൂടപ്പറപ്പ്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള സ്നേഹത്തിന് ഒരു തരി പോലും കുറയില്ല. എന്റെ പെങ്ങളാടി അത്. നല്ലതടിയാ രാഘവേട്ടാ? ആണോ? ഇല്ലല്ല, പെങ്ങൾ എന്തായാലും 3-4 ദിവസം ഉണ്ടാവും. ആ, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അങ്ങോട്ട് വരാം. അത് സാരില്ല. ആ അല്ല അഞ്ചു, ഇന്ന് വന്നല്ലേ ഉള്ളൂ, ഒരു ദിവസം ഇരുന്നിട്ട് പോയാ പോരെ? ഇല്ല ചേച്ചി, ഇന്ന് തന്നെ പോണം. പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഏട്ടൻ മില്ലിൽ പോയതല്ലേ, വന്നിട്ട് പോവാണെങ്കിൽ ഏട്ടൻ കാറിൽ കൊണ്ടാക്കുമല്ലോ നിങ്ങളെ. അത് സാരമില്ല, ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം. പിന്നെ ചേച്ചി, ഇത് ഏട്ടൻ വന്ന് ഒന്ന് കൊടുക്കണേ. അല്ലടോ, ഇത് ഏട്ടൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചു തന്നല്ലേ. അച്ഛനും അമ്മയും പോയതിനു ശേഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ എനിക്ക് എൻ്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഏട്ടനൊന്ന് കണ്ടാ മതി, ഞാൻ അപ്പോൾ ഓക്കെ ആവും. പിന്നെ ഈ വീട്ടിലേക്ക് വരുമ്പോ അച്ഛനും അമ്മേന്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നല, അല്ലാതെ പൈസക്ക് വേണ്ടിട്ടൊന്നും അല്ല ചേച്ചി.
ഇനി ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആങ്ങള എന്ന വാക്കിന് വെറും രക്തബന്ധത്തിനേക്കാൾ ആര് കൈവിട്ടാലും കൂടെ ചേർത്ത് നിർത്തുമെന്ന ഒരു ഉറപ്പ് കൂടിയുണ്ട്. പെങ്ങൾമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ ആങ്ങളമാരുടെ അടുത്തേക്കായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ബന്ധത്തെ പിരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കല്യാണത്തിന് മുൻപ് നിങ്ങൾക്ക് ആങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹവും കെയറും കല്യാണത്തിന് ശേഷവും അതേപോലെ കിട്ടുന്നുണ്ടോ, അതോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക.